ശ്രീപാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. ഓണത്തിൻ്റെ ഐതിഹ്യം മഹാബലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതെ, നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് ശീലിച്ച ആ കഥ. അതൊന്ന് ചുരുക്കി പറയാം, അതിൻ്റെ ആവശ്യമില്ല. എന്നാലും നീതിമാനും സത്യസന്ധനുമായ ബലി വളരെ നന്നായി രാജ്യം ഭരിക്കുന്ന സമയത്ത് ബലിയുടെ കീർത്തി എല്ലായിടത്തും വ്യാപിക്കുകയും ഇതിൽ അസ്വസ്ഥരായ ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹം വാമന രൂപത്തിൽ അവതരിച്ച് 3 അടി മണ്ണ് മളന്നെടുത്ത് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന ഈ കഥയല്ലേ നമുക്കറിയുള്ളൂ. പക്ഷേ ഈ കഥയ്ക്ക് മറ്റൊരു തലം കൂടിയുണ്ട്. അതെന്താണെന്നറിഞ്ഞാലോ? ഭാഗവതം 8ാം സ്കന്ധത്തിൽ പറയുന്നത് പാതാളത്തിലേക്ക് ബലിയെ താഴ്ത്തുകയല്ല, മറിച്ച് സുതലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് എന്നാണ്. അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം. പാലാഴി മഥനം കഴിഞ്ഞ് അമൃത് ലഭിച്ച ദേവന്മാരും അത് ലഭിക്കാത്ത അസുരന്മാരും തമ്മിൽ യുദ്ധമുണ്ടായി. മഹാബലി അടക്കം എല്ലാവരെയും ദേവന്മാർ വധിച്ചു. അസുരന്മാരുടെ ആചാര്യനായ ശുക്രമഹർഷി മൃതസഞ്ജീവനിയാൽ ബലിയെയും അസുരന്മാരെയും ജീവിപ്പിച്ചു. പിന്നീട് സ്വർഗം പിടിച്ചടക്കണമെന്ന് മോഹം തോന്നിയ ബലിയെ കൊണ്ട് ശുക്രാചാര്യർ വിശ്വജിത്ത് യാഗം കഴിപ്പിച്ചു. ഹോമാഗ്നിയിൽ നിന്ന് വിശേഷപ്പെട്ട തേരും കുതിരകളും യുദ്ധസാമഗ്രികളും ലഭിച്ചു. അതോടെ ബലിയും സന്നാഹങ്ങളും ദേവലോകം പിടിച്ചടക്കി. ഇത് കണ്ട് പരിഭ്രാന്തരായ ദേവന്മാർ ഇന്ദ്രനുമൊക്കെ ഗുരുവായ ബൃഹസ്പതിയുടെ ഉപദേശം തേടി. അദ്ദേഹം പറഞ്ഞു, ശുക്രമഹർഷിയുടെ അനുഗ്രഹത്താലാണ് മഹാബലി ഇത്രയും പ്രതാപശാലിയായത്. എന്നാൽ ഭാവിയിൽ ബലി ശുക്രമഹർഷിയുടെ ഉപദേശത്തിന് വിപരീതമായി പ്രവർത്തിക്കും. അന്ന് ബലിയുടെ സർവ്വ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടും. നിങ്ങൾക്ക് സ്വർഗം തിരിച്ചു കിട്ടുകയും ചെയ്യുമെന്ന്. ഗുരുവിൻ്റെ ഉപദേശപ്രകാരം ദേവന്മാർ രൂപം മാറി അന്തർധാനം ചെയ്തു. ആ സമയത്ത് ബലി സ്വർഗലോകത്തിൽ പ്രവേശിച്ച് 3 ലോകങ്ങളും തനിക്ക് അതീതമാക്കി. ബലിയുടെ കീർത്തി 3 ലോകങ്ങളിലും വ്യാപിച്ചു. തന്നെയുമല്ല, അതിൽ ബലിക്ക് ഒരുപാട് അഹങ്കാരം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ദേവമാതാവായ അതിഥി തൻ്റെ പുത്രന്മാരുടെ അവസ്ഥയോർത്ത് അതീവ ദുഃഖിതയായി തീർന്നത്. ആ സമയത്ത് കശ്യപ മഹർഷി അതിലെ വരുവാനിടയായി. തൻ്റെ മക്കൾ പൂർവ്വസ്ഥിതിയിലാകാൻ വേണ്ട ഉപദേശം നൽകണമെന്ന് അതിഥി കശ്യപ മഹർഷിയോട് പറഞ്ഞു. ഈ അവസരത്തിൽ 12 ദിവസത്തെ പയോവ്രതം അനുഷ്ഠിച്ച് മഹാവിഷ്ണുവിനെ ആരാധിച്ചാൽ ഇതിന് പരിഹാരമുണ്ടാകുമെന്ന് കശ്യപൻ അറിയിച്ചു. മഹർഷി പറഞ്ഞ പ്രകാരം അതിഥി വ്രതമനുഷ്ഠിക്കുകയും ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് അതിഥിയുടെ പുത്രനായി തന്നെ ഭഗവാൻ ജനിക്കുകയുണ്ടായി. ആ അവതാരമാണ് വാമനൻ, അതായത് മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരം. അങ്ങനെയിരിക്കെ മഹാബലിയുടെ അശ്വമേധയാഗത്തെ പറ്റി കേട്ട വാമനൻ ബാലബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് യാഗശാലയിലെത്തി. യാഗശാലയിലെത്തിയ ബ്രാഹ്മണകുമാരനെ ബലിയും കൂട്ടരും വേണ്ട വിധേന പൂജിച്ചു. എന്നിട്ട് ആഗ്രഹമുള്ളത് സന്തോഷത്തോടെ ചോദിച്ച് സ്വീകരിക്കുവാനും പറയുണ്ടായി. ബലിയുടെ വാക്കുകേട്ട് സന്തോഷവാനായ വാമനൻ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല, 3 അടി മണ്ണ് മാത്രമാണ് ആവശ്യമുള്ളത് പറഞ്ഞു. ഈ സമയത്ത് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്തും സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ദാനം ചെയ്യാനായി ജലം കയ്യിലെടുത്തു. ആര്? മഹാബലി. എന്നാൽ ഈ വിപത്ത് മുന്നേ മനസ്സിലാക്കിയ ശുക്രാചാര്യർ ബലിയെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് വെറും ബാലനല്ല, ഒരു ബ്രഹ്മചാരിയായ ബാലനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് ഈ ദാനം ഇവിടെ വെച്ച് നിർത്തുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു, എന്ന് ഉപദേശിച്ചു ശിഷ്യനെ. അല്ലാത്ത പക്ഷം നിന്റെ സർവ്വ ഐശ്വര്യങ്ങളും നശിക്കുമെന്നും ബോധിപ്പിച്ചു. എന്നാൽ പ്രഹ്ലാദപൗത്രനായ ബലി ഇതൊന്നും അത്ര ഗൗനിച്ചില്ല. എന്ന് മാത്രമല്ല, സത്യത്തിൽ നിന്നും താൻ വ്യതിചലിക്കുകയില്ലെന്നും ഭൂമി നൽകുക തന്നെ ചെയ്യുമെന്ന് പറയുകയുണ്ടായി. പിന്നീടുള്ള കഥ നമുക്കറിയാമല്ലോ. വിശ്വരൂപം പ്രാപിച്ച വാമനൻ 2 അടി കൊണ്ട് സർവ്വലോകവും അളന്നെടുത്തു. അപ്പോഴാണ് ഇതിലെ പ്രശ്നം കണ്ടുനിന്ന അസുരന്മാർ മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ അവർ യുദ്ധത്തിന് തയ്യാറായി യുദ്ധം ചെയ്തു. ഫലമാകട്ടെ ഓരോ അസുരന്മാരും കൊല്ലപ്പെട്ടു. അത് കണ്ടുനിന്ന ബലി എന്തു ചെയ്തു? വേഗം അവരെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഈ സമയം ഗരുഡൻ വരുണപാശം കൊണ്ട് ബലിയെ ബന്ധിക്കുകയും ചെയ്തു.
അപ്പോൾ ബലി എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ബലി എന്തു ചെയ്തു? 3-ാമത്തെ അടി തൻ്റെ ശിരസിൽ വയ്ക്കുവാൻ വാമനനോട് ആവശ്യപ്പെട്ടു. അതായത് വച്ചോളൂ എന്ന് പറഞ്ഞ് ബലി തന്നെ ഭഗവാന് സ്വയം അർപ്പിച്ചു എന്ന് വേണം പറയാൻ. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ബലിയുടെ അഹങ്കാരവും ഇല്ലാതായി. ഇപ്പോൾ എന്താ ഉള്ളത്? 3 ലോകങ്ങളില്ല, ഐശ്വര്യങ്ങളില്ല, പിന്തുണയ്ക്കാൻ അസുരന്മാരില്ല, ആരുമില്ല. എങ്കിലും അദ്ദേഹം ഒന്ന് മാത്രം കൈവിട്ടില്ല. എന്താണത്? അദ്ദേഹത്തിൻ്റെ സത്യവും ആത്മാർത്ഥതയും. ആ പറഞ്ഞ വാക്ക് തെറ്റിക്കാതെ എന്തൊക്കെ നഷ്ടം സംഭവിച്ചാലും അതിൽ അടിയുറച്ച് നിൽക്കുക തന്നെ ചെയ്തു. പക്ഷേ ഈ ഒരു നല്ല മനസ്സിനെ ഭഗവാൻ കാണാതെ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഭഗവാൻ എന്തു ചെയ്തു? അഹങ്കാരം കൈവിട്ട ബലിയെ വേണ്ടുവോളം അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നിൻ്റെ പരിവാരങ്ങളുമായിട്ട് സുതലത്തിലേക്ക് പുറപ്പെട്ടോളൂ. ഇനി അവിടെ നിനക്ക് അവിടെ ജീവിക്കാം, അവിടെ സുഖമായി ജീവിക്കാമെന്ന് പറഞ്ഞ് ആ സുതലത്തിലേക്ക് അയച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സത്യത്തിൽ ഇത് ശിക്ഷയാണോ അതോ അനുഗ്രഹമാണോ? നമുക്ക് ഈ മറ്റേ പഴയ കഥ കേൾക്കുമ്പോൾ എന്തു തോന്നും? ഇത്രയും നന്നായിട്ട് ഭരിച്ചിരുന്ന ഒരാളേനെ എന്തിനാണ് ഇങ്ങനെ മഹാവിഷ്ണു പാതാളത്തിലേക്ക് അയച്ചത്? അങ്ങനെ തോന്നുന്നില്ലേ? എനിക്കും തോന്നിയിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു കഥ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, വാമനൻ എന്നുള്ള അവതാരം ദേവന്മാർക്ക് വേണ്ടി അവതരിച്ചതാണെങ്കിലും പക്ഷേ കൂടുതൽ ഈ ഒരു മഹാബലിക്കാണ് അതുകൊണ്ട് കൂടുതലൊരു കാര്യമുണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഭഗവാന്റെ അനുഗ്രഹത്തിനാണ് നാം ഏവരും കാത്തു നിൽക്കുന്നത്, അല്ലേ? ഈ ഒരു ജീവിതത്തിലേക്ക്, കുറഞ്ഞ ജീവിതത്തിൽ ഭഗവാന്റെ ഒരു ദൃഷ്ടിയെങ്കിലും നമ്മുടെ മേലിൽ പതിക്കണേ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ തന്നെ നേരിട്ട് വന്ന് ഒരു അവതാരമെടുത്ത് അനുഗ്രഹിക്കുകയും, ഭഗവാന്റെ സ്ഥലമാണ് സുതലം, അവിടേക്ക് ദേവന്മാർക്ക് പോലും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല, അവരൊക്കെ അസൂയയോട് കൂടിയിട്ട് അങ്ങോട്ട് എത്തുമോ എന്ന് നോക്കി നിൽക്കുന്ന ഒരു സ്ഥലമാണത്രേ ഈ സുതലം. അപ്പം അത് ഭഗവാന്റെ സംരക്ഷണയിലുള്ളൊരു സ്ഥലമാണ് എന്നാണ് പറയുന്നത്. അവിടെ സർവ്വസമൃദ്ധിയായിട്ട് ജീവിക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിലൊരു സ്ഥലത്തേക്കാണ് മഹാബലിയെ അയച്ചത്. അപ്പോൾ നമ്മുടെ കേട്ടുകേൾവിയിലുള്ള ആ കഥയിലേതുപോലെ പാതാളത്തിലേക്ക് താഴ്ത്തുകയല്ല, സുതലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. ഈ ഒരു കഥ കേട്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.